Hello students, നമ്മൾ ഈ വീഡിയോയിൽ Fourier ട്രാൻസ്ഫോമിന്റെ രണ്ട് പാർട്ടായ Fourier സൈൻ ട്രാൻസ്ഫോം Fourier കൊസൈൻ ട്രാൻസ്ഫോം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Fourier സൈൻ ട്രാൻസ്ഫോമിൽ സൈൻ സീരീസ് മാത്രം, അതുപോലെ തന്നെ Fourier കൊസൈൻ ട്രാൻസ്ഫോമിൽ കൊസൈൻ സീരീസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ Fourier സീരീസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ Fourier ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? Integral minus infinity to plus infinity f of x, small f of x, e raised to isx dx. ഇതാണ് Fourier transform. അതിന്റെ inverse small f of x is equal to 1/2 pi integral minus infinity to plus infinity Fourier transform f of s into e raised to minus isx ds. ഇത് രണ്ടുമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ e raised to isx എന്ന് പറഞ്ഞാൽ cos sx plus i sin sx ആണല്ലോ. അപ്പോൾ അതിലെ സൈൻ ട്രാൻസ്ഫോമിൽ സൈൻ്റെ ടേം മാത്രം, അതുപോലെ Fourier കൊസൈൻ ട്രാൻസ്ഫോമിൽ കൊസൈൻ ടേംസ് മാത്രം. അങ്ങനെയാണ് ഈ രണ്ട് ഫോമിൽ പഠിച്ചിരിക്കുന്നത്. സൈൻ ട്രാൻസ്ഫോം എഫ് എസ് എസ് എന്നതിനെ ഡിനോട്ട് ചെയ്യാം. എസ് എന്നുള്ള സൈനിനെ റെപ്രസെന്റ് ചെയ്യും. ഇന്റഗ്രൽ 0 to infinity f of x into sin sx dx. അതുപോലെ തന്നെ ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം ആണ് f of x is equal to 2/pi integral 0 to infinity fss sin sx ds. അതുപോലെ കൊസൈൻ ട്രാൻസ്ഫോം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് അങ്ങനെ തന്നെ അത് ചോദിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് Fourier കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് Fourier കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to minus x square. ഇതാണ് എഴുതട്ടെ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് ഈ തന്നേക്കുന്നത്, സ്മോൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ Fourier കൊസൈൻ ട്രാൻസ്ഫോം എഫ് സി എസ് ഫോർമുല എന്താണ്? ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to infinity e raised to minus x square cos sx dx. ഈ ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രൽ പ്രോഡക്റ്റ് റൂൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. e raised to minus x into cos ഒക്കെ ആണെങ്കിൽ നമുക്ക് i എന്നൊക്കെ ഇതിനെ എടുത്ത് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ഇന്റഗ്രേഷൻ സ്റ്റെപ്പിൽ വീണ്ടും ആൻസർ i വരും, i നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ e raised to minus x square ഉണ്ട്, അതിന്റെ തന്നെ ഇന്റഗ്രേഷൻ ഗാമ വെച്ചിട്ടേ പറ്റുള്ളൂ, പിന്നെ അതിന്റെ കൂടെ cos x കൂടെ. അപ്പോൾ ഇന്റഗ്രേഷൻ ഈസ് ടു ഡിഫിക്കൽട്ട്. ഇവിടെ ഇന്റഗ്രേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുക്കും ലെറ്റ് i is equal to ഈ ഇന്റഗ്രൽ 0 to infinity e raised to minus x square cos sx dx എന്നുള്ളത് നമ്മൾ i ആയിട്ട് അസ്യൂം ചെയ്യും. ഇനി ഈ i യെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഫ്രം ദിസ് വി വിൽ ഫൈൻഡ് di by ds. di by ds എടുക്കും. അപ്പോൾ ഇവിടെ s മാത്രമേ ഉള്ളൂ വേരിയബിൾ, x എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇന്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ 0 to infinity e raised to minus x square constant cos sx ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു cos sx ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് cos sx ന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു s. അതെന്താണ്? മൈനസ് സൈൻ എസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, മൈനസ് സൈൻ എസ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ്, ഇവിടെ മാത്രമേ ഉള്ളൂ, എസ് മാത്രമേ ഉള്ളൂ വേരിയബിൾ. സോ ദിസ് ഇസ് ദ ഡെറിവേറ്റീവ് ഡി ഐ ബൈ ഡി എസ്. ഓക്കെ, അതിനെ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് എഴുതാം. ഡി ഐ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് വെളിയിലെടുക്കാം, പിന്നെന്താണ് ഇന്റഗ്രൽ 0 to infinity എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ സൈൻ എസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇതിലെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് പറ്റില്ല. പക്ഷെ ഈ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഒരു 2x dx കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇ റേസ് ടു മൈനസ് ടി ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഡി എക്സ് ഉണ്ട് താൻ, ഒരു -2 കൂടെ കൊടുത്താൽ മതി, മൈനസും ഉണ്ട്. ഓക്കെ, ഒരു 2 കൂടെ കൊടുത്താൽ മതി. അതിന് വേണ്ടി നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നു, 2 ഇവിടെ കൊടുക്കുന്നു, 1/2 ഇവിടെയും കൊടുക്കുന്നു. സോ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം.
ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/2 ഞാൻ വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ എസ് എക്സും ഒരു ഫംഗ്ഷൻ. അടുത്തത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x dx ഇങ്ങനെ. ഓക്കെ, നമുക്ക് ഈ ഡി എക്സ് വേണമെങ്കിൽ വെളിയിലിരിക്കണം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/2 വെളിയിൽ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി പോലെയാണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു ടി തന്നെ, അതായത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെ. ഓക്കെ, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ, മൈനസ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ കോസ് എസ് എക്സ് ഇൻറ്റു എസ്, പിന്നെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2xൻ്റെ ഇൻ്റഗ്രൽ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ശരിയല്ലേ? സോ ദിസ് ക്യാൻ ബി ഫൗണ്ട് ദാറ്റ് ദിസ് ഇൻ്റഗ്രൽ, ഇവിടെ വന്നിരിക്കുന്നത് ഇൻ്റഗ്രലിനകത്ത് എന്തുണ്ട്? ഈ ഐ ഉണ്ട്. അതിനെ ഞാൻ ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് ഡി ഐ ബൈ ഡി എസ്. വി ഹാവ് ഒബ്റ്റൈൻഡ് ഡി ഐ ബൈ ഡി എസ് ആസ് 1/2 ഇൻറ്റു സൈൻ എസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അതിന് ലിമിറ്റ് കൊടുക്കാനുണ്ട്, 0 to ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ എസ് നമുക്ക് വെളിയിലെടുക്കാം. എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കോസ് എസ് എക്സ് ഡി എസ്. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്, ഈ ടേമിന് അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ 0 ആകുന്നുണ്ട്. 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 ആകും. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡി ഐ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് എസ് ബൈ 2 ഇൻറ്റു ഐ എന്നാണ് വരുന്നത്. മൈനസ് എസ് ബൈ 2, ഈ 1/2 ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൈനസ് എസ് ബൈ 2 ഇൻറ്റു ഈ ഇൻ്റഗ്രൽ ഐ ആണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്ന വേരിയബിൾ സെപ്പറബിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി ഐയുടെ കൂടെ ഐയെ നമ്മൾ കൊണ്ടുവന്നു ഇപ്പുറത്ത് വരുമ്പോൾ. ഇനി മൈനസ് എസ് ഡി എസ് മുകളിലേക്ക് എടുത്തു ബൈ 2. ഇനി ഇതിനെ രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഐ ആണ് നമുക്ക് വേണ്ടത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് ഡി ഐ ബൈ ഐ എന്ന് പറയുമ്പോൾ ലോഗ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് എസ് ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഉണ്ട്, എസിൻ്റെ ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ബൈ 2, ആ 2ഉം 2ഉം കൂടെ 4 പ്ലസ് നമ്മൾ സി ആണ്, അതിനെ ലോഗ് സി എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഇതിനെയും നമുക്ക് ഒരേപോലെ കൊണ്ടുവരാനായിട്ട് ലോഗ് ഐ ഈസ് ഈക്വൽ ടു, ഇതിനെയും വേണേൽ ലോഗായിട്ട് എഴുതാം, പക്ഷേ ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതണം. കാരണം ലോഗ് ഇയും കൂടെ ക്യാൻസലായിട്ട് മൈനസ് എസ് സ്ക്വയർ ബൈ 4 തന്നെ വരും. പ്ലസ് ലോഗ് സി, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഐ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ സി എന്നുള്ള ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കൂടെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0, പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഐ എന്ത് വരും? സി ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് ഐ ഈസ് ഈക്വൽ ടു സി എന്ന് വരും. ഓക്കെ, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 0യിൽ ഐ എന്തായിരുന്നു നമ്മുടെ ഐ? ഇതാണ് അല്ലേ? അതിൽ എസ്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ കോസ് 0 1 ആവും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, അതാണ് സംഭവം. ഓക്കെ, ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് തന്നെ. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗാമ ഫംഗ്ഷൻ വെച്ച് ഇതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റൂട്ട് പൈ ആണ്. ഓക്കെ, റൂട്ട് പൈ ബൈ 2 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് therefore I is equal to root pi by 2. സിക്ക് നമ്മൾ വാല്യൂ കൊടുത്തു, റൂട്ട് പൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ ബൈ 4 വരും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്, ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഐ എന്നെടുത്ത് di/ds എടുക്കാനായിട്ടുള്ള കാരണം. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, find the Fourier sine transform. Fourier sine transform of e raised to minus mod x. Hence show that integral 0 to infinity x sin mx by 1 plus x square dx is equal to pi into e raised to minus m by 2 where m greater than 0. ഇങ്ങനെയൊക്കെ കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കാം. ഫിറിയർ സൈൻ ട്രാൻസ്ഫോമിന് ഒരേ ഒരു ഫോർമുല എഫ് എസ് എസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ് എന്ന് മാത്രം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. 0 ടു ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ മോഡ് എക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല, വെറും എക്സ് എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഐ എന്നെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമുക്ക് ഐ അതിൻ്റെ ആൻസറിൽ കിട്ടും. അതുപോലെ ചെയ്തു പോവാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എസ് എക്സ് എന്തുവാണ്? മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സൈൻ എക്സ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് ഡി എക്സ്. ഇനി ഒരു സ്റ്റേജ് കൂടെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കണം 0 ടു ഇൻഫിനിറ്റി. ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയും 0 ആണ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയും 0 ആണ്. പിന്നെ കോസ് 0 കൊടുക്കുമ്പോൾ 1ഉം വരും. സോ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ഇവിടെ വാല്യൂ വരുന്നത്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇ റേസ് ടു 0 1 ആണ്, കോസ് 0 1 ആണ്, 1/s എന്ന് വരും. ഓക്കെ, ഇപ്പോൾ പ്ലസ് 1/s ആണ് വരുന്നത്. ഇനി മൈനസ് 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 3 മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എസ് എക്സ് ബൈ എസ് ഡി എക്സ് ആണ്. ഇതിന് ഒരു സ്റ്റേജ് കൂടെ ചെയ്യണം നമുക്ക്. അപ്പോൾ 1/s മൈനസ് ഇവിടുത്തെ 1/s നമുക്ക് വേണേൽ വെളിയിലെടുക്കാം. ബാക്കി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എസ് എക്സ് ബൈ എസ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഡി എക്സ്. ഇവിടെ 0 ടു ഇൻഫിനിറ്റി, ഇതിൻ്റെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ഇവിടെ നമ്മൾ കൊടുക്കണം. അവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. 0 സൈൻ 0 കൊടുക്കുമ്പോൾ അത് 0 ഉണ്ട്, ഇത് ഫുൾ അങ്ങ് 0 ആയിട്ട് പൊക്കോളും. ദാറ്റ് ഈസ് 1/s മൈനസ് രണ്ടാമത്തെ ടൈമേ ഉള്ളൂ. അവിടെ ഈ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 3 മൈനസും കൂടെ ആകുമ്പോൾ മൈനസ് 1/s എസ്സും കൂടെ എസ് സ്ക്വയർ എന്ന് എഴുതാം. ബാക്കി ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ് ആണ്. അതാണ് ഐ. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 1/s മൈനസ് 1/s സ്ക്വയർ ഐ എന്ന് വരും. ദാറ്റ് ഈസ് 1 പ്ലസ് 1/s സ്ക്വയർ ഐ ഈസ് ഈക്വൽ ടു 1/s എന്ന് വരും. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 1/s എന്ന് വരും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഐ ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോം. ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഷോ ദാറ്റ് ഇത് ഇങ്ങനെ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേ നമ്മൾ നേരത്തെ ഫ്യൂറിയർ ട്രാൻസ്ഫോം ചെയ്ത പോലെ തന്നെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡറിങ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഫോമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് എസ്
സൈൻ എസ് എക്സ് ഡി എസ്. ഓക്കെ, ഈ ഫോർമുലയിൽ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് 0 to ഇൻഫിനിറ്റിയിൽ മൈനസ് മോഡ് എക്സ് ആണ്, പക്ഷേ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. s/1 + s² ആണ് എഫ് ഓഫ് എസ്. അതുപോലെ സൈൻ എസ് എക്സ് ഡി എസ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കറക്റ്റ് ആ റിക്വയർമെൻറ്റിന് ആവശ്യത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എക്സിനെ എല്ലാം എം ആക്കാം. ചേഞ്ചിങ് എക്സ് ടു എം. എക്സിനെ എല്ലാം എം ആക്കുമ്പോൾ എന്ത് വരും? e⁻⁻m. അതാണ് നമുക്ക് അതിൽ വേണ്ടത്. e⁻⁻m ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി s/1 + s² സൈൻ എം എസ് ഡി എസ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ അതിൻ്റെ വേരിയബിളിൽ നമുക്ക് അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എസിന് പകരം എക്സ് കൊടുത്താലും എസിന് പകരം വൈക്ക് കൊടുത്താലും ഒക്കെ സെയിം തന്നെ. സോ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പൈ e⁻⁻m/2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി അതിനൊക്കെ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യും. x/1 + x² സൈൻ എം എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോമും അത് വെച്ചുള്ള ഡിഡക്ഷനും. അതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഫ്യൂറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് Fourier cosine transform of f of x is equal to split function ആണ് x for 0 less than x less than 1, 2 minus x for 1 less than x less than 2, 0 for x greater than 2. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫ്യൂറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് സി എസ് ഫോർമുല ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. ഇവിടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റിയിൽ പല പല സ്പ്ലിറ്റാണ്. 0 to 1 വരെ ഒരു സ്പ്ലിറ്റ്, 1 to 2 വരെ, 2 to ഇൻഫിനിറ്റി വേറൊരു സ്പ്ലിറ്റ്. ഇവിടെ പിന്നെ എഫ് ഓഫ് എക്സ് 0 ആണ്. ഇവിടെ രണ്ടുമാണ് വാല്യൂ ഉള്ളത്, എക്സും 2 - എക്സും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 2 - എക്സ് കോസ് എസ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അതുപോലെ ഇവിടെ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, അടുത്ത് ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. രണ്ടും എൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് സാധാരണ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ബ്രാക്കറ്റ്. അപ്പോൾ സൈൻ എസ് എക്സ് ബൈ എസ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അടുത്തതിൻ്റെ വീണ്ടും ഇൻ്റഗ്രൽ കോസ് എസ് എക്സ് ബൈ എസ്സും എസ്സും s². അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇതിന് 0 to 1 ലിമിറ്റ് കൊടുക്കണം. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എസ് എക്സ് ബൈ എസ് മൈനസ് 2 - എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു സൈൻ എസ് എക്സിൻ്റെ മൈനസ് കോസ് എസ് എക്സ് ബൈ s². -1ൻ്റെ വീണ്ടും 0 ആയി. ഇനി ലിമിറ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ശ്രദ്ധിക്കുക, എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സൈനസ് ബൈ എസ്, 0 കൊടുക്കുമ്പോൾ എക്സ് 0 ആയിപ്പോയി. ഇനി മൈനസ് മൈനസ് അവിടെ പ്ലസ് ആണ്, 1/s² ഉണ്ട്. ബാക്കി കോസിന് കൊടുക്കുമ്പോൾ കോസ് എസ് മൈനസ് കോസ് 0 1 ആണ്. ഓക്കെ, ഇനി പ്ലസ് രണ്ടാമത്തെ ടൈമിൽ ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 - 2 0 ആയി പോകും, അത് ഫുൾ 0 ആയി. പിന്നെ 1 കൊടുക്കുമ്പോൾ 2 - 1 1 ആണ്, സൈൻ 1s ബൈ എസ് വരും. ഇനി അടുത്ത മൈനസ് മൈനസ് മൈനസ്, അപ്പോൾ ഒരു മൈനസ് ഉണ്ട്. 1/s² നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ബാക്കി കോസ് എസ് എക്സ് ആണ്, അതിൻ്റെ കോസ് 2s മൈനസ് കോസ് 1s ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിൽ ഈ ടൈം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/s² കോസസ് ആണ്. ഇവിടെ 1/s² കോസസ് ഉണ്ട്. അപ്പോൾ 2 കോസസ് ബൈ s² വരും. ഒരുമിച്ച് എഴുതാം. പിന്നെ ഇത് അടുത്തത് ഇവിടെ മൈനസ് സൈനസ് ബൈ എസ് ആണ്, ഇവിടെ പ്ലസ് സൈനസ് ബൈ എസ് ആണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ള ടേംസ് ഈസ് ഈക്വൽ ടു
മൈനസ് 1/s² ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 2 cos s/s² ഉണ്ട് നമ്മൾ ടിക്ക് ചെയ്തത്. പിന്നെ ഒരു ടേം ഉണ്ട് ഇവിടെ ഇതുണ്ട്. അതെന്താണ്? മൈനസ് cos 2s/s² ആണ്. പിന്നെ ഇത് ഇവിടുത്തെ മൈനസ് 1/s² ആണ്. ഓക്കെ, ഇതാണ് ഫ്യൂറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെയും ഫ്യൂറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെയും ഫോമുല ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to minus ax by x. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity f of x ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ കൊടുക്കുമ്പോൾ 0 to infinity e raised to minus ax by x സൈൻ എസ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ഈസ് ഡിഫിക്കൽട്ട്, അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഐ എന്ന് വിളിക്കും. നേരത്തെ ചെയ്ത പോലെ ഡി ഐ ബൈ ഡി എസ് എടുക്കണം. അതിൽ ഇൻ്റഗ്രൽ 0 to infinity എസ് ഉള്ള പാർട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, അതിൻ്റെ മാത്രമേ ഡെറിവേറ്റീവ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ് പോലെയാണ്. സോ ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് ഒക്കെ അതേപോലെ സൈൻ എക്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എസ് എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, ഡി എക്സ്. ഇത് നോക്കി, ഇത് കട്ട് ചെയ്ത് പോകാനാണ് ചെയ്തത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എ എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ ഐ ഡാഷ് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ നമുക്ക് വീണ്ടും ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ലെറ്റ് ഐ ഡാഷ് എന്ന് എടുക്കാം. ഡെറിവേറ്റീവ് അല്ല, ഐ ഡാഷ്. ലെറ്റ് ഐ ഡാഷ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ I1, ഐ ഡാഷ് വേണ്ട, I1 ഡെറിവേറ്റീവ് ആണ് നമുക്ക് തോന്നണ്ട. ലെറ്റ് I1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എ എക്സ് കോസ് എസ് എക്സ് ഡി എക്സ്. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റൊക്കെ അറിയാൻ ചെയ്യുന്നില്ല. മൈനസ് എ സ്ക്വയർ, അതായത് നമുക്ക് ചെയ്തു വരുമ്പോഴേ 1 പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും ഒരു സൈഡിലേക്കൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് I1 ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ നമുക്കതിൽ നിന്ന് എഴുതാം ഡി ഐ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയാം, അത് ചെയ്തിരിക്കുന്നതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യണം. I1 എടുക്കുക, ഒരു പ്രാവശ്യം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും I1 ആൻസറിൽ വരും, ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡി ഐ ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എസ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഐയുടെ ഇൻ്റഗ്രൽ ഐ ആണ്, ഡി ഐ അല്ലേ, 1 ഡി ഐ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഐ ആണ്. ഇനി എ കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ ആണ്, പ്ലസ് സി ആണ്. അപ്പോൾ എ കട്ട് ചെയ്ത് പോവും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ പ്ലസ് സി ആണ്. ഇനി ഇവിടെ നമുക്ക് സി കണ്ടുപിടിക്കാനായിട്ട് പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കാം. എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് സി എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 0 എന്താണ്? 0 ആണ്. ഇനി ഐ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ, ഐ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എ എക്സ് ബൈ എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ എസിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആവും, ഫുൾ ഇൻ്റഗ്രൽ 0 ആയിട്ട് മാറും. ദാറ്റ് ഇസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് സി, ദാറ്റ് ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് കളയാം, സി 0 ആകും. ദാറ്റ് ഇസ് ഐ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്
എസ് ബൈ എ എന്നുള്ളതാണ് ഇവിടുത്തെ ഫ്യൂറിയർ സൈൻ ട്രാൻസ്ഫോം. ഓക്കെ.